വളരെ ചെറിയൊരു ക്ലാസ് ആണ് കേട്ടോ. എന്നോട് പലരും ചോദിച്ചൊരു കാര്യമാണ്. വളരെ ചെറുതായിട്ട് പെട്ടെന്ന് തന്നെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിച്ചേക്കാം. നാം ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന വേർബ് നിങ്ങൾ നോക്കൂ. ഫോർഗെറ്റ്. ഫോർഗെറ്റ് എന്ന് പറഞ്ഞാൽ മറന്നു പോവുക. ഫോർഗോട്ട് മറന്നു പോയി. പിന്നെ V3 എന്താണ്? ഫോർഗോട്ടൺ. ഇത് V1, ഫോർഗോട്ട് V2, ഫോർഗോട്ടൺ ഈസ് V3. ഫോർഗെറ്റ് എന്ന് പറഞ്ഞാൽ മറന്നു പോവുക എന്നാണ് അർത്ഥം. അപ്പൊ പലരും എന്നോട് ചോദിച്ചത് എന്താണെന്ന്. അപ്പൊ മറന്നു പോവുക, മറന്നു പോയി തമ്മിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ? മാറ്റമുണ്ട്. മറന്നു പോവുക എന്ന് പറയുന്നത് ഫോർഗെറ്റ് അല്ലെ. അപ്പൊ നമുക്ക് സെന്റൻസ് ആക്കി നോക്കാം. V1 സെന്റൻസിലാക്കി നോക്കാം. അവള് ബുക്ക് എടുക്കാൻ മറന്നു പോകുന്നു. എപ്പോഴും അവള് ബുക്ക് എടുക്കാൻ മറന്നു പോകുന്നു. ഇതെങ്ങനെ പറയും? ഏത് ടെൻസിലാ? ഷീ എപ്പോഴും, ഷീ ഓൾവേസ് forgets to take her book. എന്താണ് ഞാൻ എഴുതുക? She always forgets to take her book. അവൾ always എപ്പോഴും അവളുടെ ബുക്ക് എടുക്കാൻ മറന്നു പോകാറുണ്ട്. അവൾ എപ്പോഴും അവളുടെ ബുക്ക് എടുക്കാൻ മറന്നു പോകാറുണ്ട്. എങ്ങനെ പറയാ? ഷി ഓൾവേസ് ഫോർഗെറ്റ്സ് ടു ടേക്ക് ഹർ ബുക്ക്. നിങ്ങൾ ഇനി ഒന്ന് പറയൂ, ഈ ഒരു സെന്റൻസ് ഏത് ടെൻസിലാണ്? ഏത് ടെൻസിലാണ്? സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. കാരണം സബ്ജക്റ്റ് V1 എന്നൊരു ഫോമിലാണ് ഇത് വന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ പിന്നെ ഇവിടെ എന്തുകൊണ്ട് ഓൾവേസ് വന്നു? ഞാൻ ആ കീവേഡ് ഡൂവിലും ഡെസിലും തന്നിട്ടുണ്ട്, നിങ്ങൾ നോക്കുക. ഷീ ഓൾവേസ് ഫോർഗെറ്റ്സ് ടു ടേക്ക് ഹർ ബുക്ക്. അവൾ അവളുടെ ബുക്ക് എടുക്കാൻ എപ്പോഴും മറന്നു പോകാറുണ്ട്. എപ്പോഴും മറന്നു പോകുന്നു. ഇനി അടുത്തത് ഫോർഗോട്ട്. ഫോർഗോട്ട് എന്ന് പറഞ്ഞാൽ എന്താ? മറന്നു പോയി എന്നാണ് അർത്ഥം. അവള് ബുക്ക് എടുക്കാൻ മറന്നുപോയി. അപ്പൊ എങ്ങനെ പറയാ? ഷീ മറന്നുപോയി. ഷീ ഫോർഗോട്ട് to take her book. എങ്ങനെയാണ്? She forgot to take her book. അവള് മറന്നുപോയി to take her book. ഈ ഒരു സെന്റൻസിലാണ് നിങ്ങൾക്ക് സംശയം വരുന്നത്. നമ്മൾ എന്താണ് എന്തെങ്കിലും നെഗറ്റീവ് ചെയ്തിട്ടില്ല, പോയിട്ടില്ല എന്നൊക്കെ പറയാൻ ഡിഡിന്റ് വേണം അല്ലെങ്കിൽ ഡിന്റ് വേണം എന്ന് നമ്മൾ പഠിച്ചു വെച്ചു. അപ്പോ നിങ്ങൾ പറയും ഷീ ഡിഡിന്റ് ഫോർഗോട്ട് ടു ടേക്ക് ഹർ ബുക്ക്. അങ്ങനല്ല. കാര്യം നമുക്ക് മറന്നുപോയി എന്ന് പറയാൻ തന്നെ ഒരു വാക്കുണ്ട്. എന്തുണ്ട്? ഫോർഗോട്ട് എന്നുണ്ട്. സോ ഷീ ഫോർഗോട്ട് ടു ടേക്ക് ഹർ ബുക്ക്. ഇനി ഇവിടെ ഒരു ഡിഡിന്റെ ആവശ്യമില്ല. ക്ലിയർ? ഇതാണ് നിങ്ങൾ വരുത്തുന്ന ഒരു തെറ്റ്. ഞാൻ കണ്ടുവരുന്ന ഒരു തെറ്റ്. ഈ ഫോർഗെറ്റ് എന്ന് പറയുന്ന ഈ വെർബിന്റെ കൂടെ വരുത്തുന്ന ഒരു തെറ്റ് ഇതാണ്. ഇനി ഇവിടെ ഡിഡ് എന്ന് പറയേണ്ട ആവശ്യമില്ല. പക്ഷെ നമുക്കിത് ഡിഡ് ചേർത്തും പറയാമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെ പറയാം? ഷീ ഡിഡ് ഫോർഗെറ്റ്. അപ്പൊ ഇങ്ങോട്ട് പോണം. ഷീ ഡിഡ് പ്ലസ് V1 ഇങ്ങോട്ട് പോണം. ഡിഡ് ഫോർഗെറ്റ് to take her book. ക്ലിയർ ആയോ? ഓക്കെ. ഇനി ഇവിടെയും വരുന്ന ഒരു പ്രശ്നം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പൊ ഇനി നിങ്ങൾ പറയൂ, ഇത് ഏത് ടെൻസ് ആണെന്ന് നിങ്ങൾ പറയൂ. ഏത് ടെൻസ് ആണ്? വിച്ച് ടെൻസ്? ഓക്കെ, സബ്ജക്റ്റ് ആണ്, V2 ആണ്. അപ്പൊ സബ്ജക്റ്റും V2വിലും വരുന്നത് ഏത് ടെൻസ് ആണ്? സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. ഇനി ഇതൊക്കെ എനിക്ക് പലരും എന്നോട് ചോദിക്കുന്ന എന്റെ ക്ലാസ്സുകളിൽ വരുന്ന സംശയങ്ങളാണ്. നിങ്ങൾക്കും അത് തോന്നുന്നുണ്ടാവും. ഇനിയിപ്പോ നിങ്ങൾ ചോദിക്കും, എന്തിനാണ് ഇവിടെ ഈ ടു ചേർത്തിരിക്കുന്നേ എന്ന്. അപ്പൊ എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ മൂവ് ചെയ്യുമ്പോൾ മാത്രമല്ലേ ടു എന്ന പ്രിപ്പോസിഷൻ ആവശ്യമുള്ളൂ എന്ന് പലരും പഠിച്ചു വെച്ചിരിക്കുകയാണ്. പിന്നെ എന്തിനാണ് ഇവിടെ ടു ചേർത്തിരിക്കുന്നേ? ഇതാ ഇവിടെയും ഞാൻ ടു ചേർത്തിട്ടുണ്ട്. എന്തിനാണ് ചേർത്തിരിക്കുന്നേ? അത് മനസ്സിലാക്കുക. ഷീ ഫോർഗോട്ട് അല്ലെങ്കിൽ ഷീ ഫോർഗെറ്റ്സ് ഇവിടെ വരെ ഉള്ളത് എന്താണ്? നമ്മുടെ ഒരു റൂളാണ്. ആ സെന്റൻസ് ഇങ്ങനെ ആവാൻ ഈ ഒരു ടെൻസ് വേണം എന്നുള്ള ഒരു റൂളാണ്. ഇത് മുതൽ ഇതുവരെയുള്ളത് സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ നിയമമാണ്. സബ്ജക്റ്റും V1. ഇനി ഇത് മുതൽ ഇവിടെ വരെ ഉള്ളത് പാസ്റ്റ് ടെൻസിന്റെ നിയമമാണ്. സബ്ജക്റ്റ്
V2. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇത് കഴിഞ്ഞിട്ടല്ലേ ഞാനൊരു 2 ഇവിടെ ചേർത്തിരിക്കുന്നത് അല്ലേ? അപ്പോ ഞാൻ നാളെ വേർബിന്റെ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒന്നും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാകും. അപ്പോ നമ്മളിപ്പോ ഞാനിവിടെ എഴുതിയ ടേക്ക്, പിന്നെ അതേപോലെ ഡാൻസ്, പിന്നെ എന്താണ് ഇപ്പൊ ഞാൻ പിന്നെ വേറെ വേർബ് ആണെങ്കിൽ സിങ്, ഇങ്ങനെയുള്ള ജമ്പ്, ഇങ്ങനെയുള്ള വേർബുകൾ ഒന്നും തനിച്ചു നിൽക്കില്ല. അവർക്കെല്ലാം അവരുടെ മുമ്പിൽ എന്തുണ്ട്? ടു ഉണ്ട്. എന്തുണ്ട്? ടു ഉണ്ട്. ടു ജമ്പ്, ടു ടേക്ക്, ടു ഡാൻസ്, ടു സിങ്, ടു ഇൻഫിനിറ്റീവ് എന്നാണ് പറയുന്നത്. എന്തെന്നാ അതിന്റെ പറയുന്നത്? ടു ഇൻഫിനിറ്റീവ്. V1 ഫോം നിയമങ്ങളുടെ കൂടെ അല്ലാതെ V1 ഫോം ഒരിക്കലും തനിച്ചു നിൽക്കില്ല. V1 ഫോമിന്റെ കൂടെ എപ്പോഴും ആരുണ്ടാവണം? ടു വേണം. അപ്പൊ ടു ജമ്പ്, ടു ടേക്ക്, ടു ഡ്രിങ്ക്, ടു ഷവർ, എന്തും നമ്മൾ ചെയ്യുന്ന ടു തിങ്ക്, പ്രവൃത്തികൾക്കെല്ലാം മുമ്പിൽ എന്തുണ്ടാവണം? ടു ഉണ്ടാവണം. പക്ഷേ ടു ജംപ്ഡ് പറയാൻ പറ്റത്തില്ല, ടു ടുക്ക് പറയാൻ പറ്റത്തില്ല, ടു ഡാൻസ്ഡ് പറയാൻ പറ്റത്തില്ല, ടു സാങ് ഒന്നും പറയാൻ പറ്റത്തില്ല. എന്ത് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ? V1 കൂടെ മാത്രം 2 + V1. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ പറയത്തില്ല ഷീ ഫോർഗോട്ട് ടേക്ക് എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇത് V1 ആണ്. ഇത് ഒരിക്കലും തനിച്ചു നിൽക്കില്ല. അതിന്റെ തൊട്ട് മുമ്പിൽ എന്ത് വേണം? 2 വേണം. അപ്പൊ അത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. വേർബിന്റെ ക്ലാസ് നാളെ എടുക്കാം കേട്ടോ. ഇനി ഫോർഗോട്ടൺ. ഫോർഗോട്ടൺ എന്ന് പറയുന്നത് V3 ആണ്. ഫോർഗോട്ടൺ തനിച്ച് നിൽക്കുമ്പോൾ അതിനൊരർത്ഥമില്ല. അതിന്റെ കൂടെ എന്തുണ്ടാവണം? ഒന്നെങ്കിൽ ഹാസ് അല്ലെങ്കിൽ ഹാവ്, അതർവൈസ് ഹാഡ് ഉണ്ടായിരിക്കണം. അപ്പൊ ഞാൻ പറയാണ്, അവള് ബുക്ക് എടുക്കാൻ മറന്നു പോയിട്ടുണ്ട്. ഹാസിന്റെ ഹാവിന്റെയും അർത്ഥം ഉണ്ട് എന്നാണ്. അപ്പോ മറന്നു പോയിട്ടുണ്ട്. അവൾ കാണാലോ, ഷീ ഹാസ് ഫോർഗോട്ടൺ. ഷീ ഹാസ് ഫോർഗോട്ടൺ. അവള് മറന്നു പോയിട്ടുണ്ട്. എന്ത്? ടു ടേക്ക് ഹർ ബുക്ക്. അവളുടെ ബുക്ക് എടുക്കാൻ അവൾ മറന്നു പോയിട്ടുണ്ട്. ഇത് സംശയം പിന്നെ നിങ്ങൾക്ക് ഒരിക്കലും വരരുത്. ഫോർഗെറ്റ് എന്ന് പറഞ്ഞാൽ മറന്നു പോവുക, ഫോർഗോട്ട് എന്ന് പറഞ്ഞാൽ മറന്നു പോയി, ഫോർഗോട്ടൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാസ് ഹാവിന്റെ കൂടെ നിൽക്കുമ്പോൾ മറന്നു പോയിട്ടുണ്ട് എന്നാണ് അർത്ഥം വരിക. ഇനി ഒരു കുഞ്ഞു രഹസ്യം കൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതിപ്പോ എന്താണ്? ഫോർ പ്ലസ് ഗെറ്റ്, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് അല്ലെ? അങ്ങനെ ഒത്തിരി വേർബുകൾ നമുക്കുണ്ട്, രണ്ട് വാക്കുകൾ ചേർന്ന് വരുന്നത്. അപ്പോ അതിനെ V2 മാറ്റാൻ ഈ ഒരു ഭാഗത്തിനെ നമ്മൾ V2 ഗെറ്റിന്റെ V2 എന്താണ്? ഗോട്ട്. അതാണ് ഇവിടെ ഫോർ ഗോട്ടായി വന്നത്. ഗെറ്റിന്റെ V3 എന്താണ്? ഗോട്ടൺ. അതാണ് ഇവിടെ ഫോർ ഗോട്ടൺ ആയിട്ട് വന്നിരിക്കുക. അപ്പൊ ഇങ്ങനെ രണ്ട് വാക്കുകൾ ഒന്നിച്ചു വരുമ്പോൾ ഈ രണ്ടാമത്തെ വാക്കിനെയാണ് നമ്മൾ എന്താക്കി മാറ്റേണ്ടത്? ടെൻസിലോട്ട് ചേഞ്ച് ചെയ്യേണ്ടത്. V1, V2, V3 ആക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് എന്നോട് ഒരാൾ ചോദിച്ച ഒരു സംശയമാണ്. ഇത് എന്താ? അതേപോലെ റിമെമ്പർ ചോദിച്ചിട്ടുണ്ട്. അത് നമുക്ക് അടുത്ത ദിവസം ഒന്ന് പറഞ്ഞു തരാം. അപ്പൊ ഇത് നിങ്ങൾ മറന്നു പോകരുത്. ഫോർഗെറ്റ് എന്ന് പറഞ്ഞാൽ മറന്നു പോവുക, ഫോർഗോട്ട് എന്ന് മറന്നു പോയി, ഫോർഗോട്ടൺ എന്ന് പറഞ്ഞാൽ മറന്നു പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇപ്പൊ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഇത് മറന്നു പോകരുത്. എങ്ങനെ പറയാൻ പറ്റും? നെഗറ്റീവ് സെന്റൻസും പറയത്തില്ലേ? നമുക്ക് നോക്കാം. നീ ബുക്ക് എടുക്കാൻ മറന്നു പോകരുത്. എങ്ങനെ പറയും? മറന്നു പോകരുത്. അരുത് എന്ന് പറയാൻ നമുക്ക് ഉപയോഗിക്കേണ്ടതാണ് ഡോണ്ട്, അല്ലെങ്കിൽ എന്തുപയോഗിക്കണം? ഡസിന്റ്. നിങ്ങൾ എഴുതി വെക്കുക. അരുത് എന്ന വാക്കിന് നമ്മൾ ഉപയോഗിക്കുന്നത് ഇതാണ്. അപ്പൊ ബുക്ക് എടുക്കാൻ മറന്നു പോകരുത് നീ. നീ എന്ന് പറയാൻ നമുക്ക് എന്ത് വേണം? യു വേണം. അപ്പൊ യുവിന്റെ കൂടെ ഡോണ്ട് ആണ്. ഡോണ്ട് യു മറന്നു പോകരുത്. ഫോർഗെറ്റ്. ഡോണ്ട് യു ഫോർഗെറ്റ് എന്താണ്? ടു ടേക്ക് ബുക്ക് എന്ന് പറഞ്ഞാൽ എന്താ? നീ മറന്നു പോകരുത് ടു ടേക്ക് ദ ബുക്ക്. ഡോണ്ട് യു ഫോർഗെറ്റ് ടു ടേക്ക് ദ ബുക്ക്. നീ ബുക്ക് എടുക്കാൻ മറന്നു പോകരുത്. കാരണം ഡോണ്ട് നമ്മൾ ഉപയോഗിച്ചു. ഡോണ്ട് ഫോർഗെറ്റ് മറന്നു പോകരുത്. ഡോണ്ട് ഫോർഗെറ്റ് മറന്നു പോകരുത്. ഡോണ്ട് ടേക്ക് എടുക്കരുത്, അരുത് എന്ന് പറയാൻ. ഡോണ്ട് റീഡ് വായിക്കരുത്. ഡോണ്ട് ജമ്പ് ചാടരുത് നീ. ഡോണ്ട് റൈറ്റ് എഴുതരുത്. മനസ്സിലായല്ലോ?
ഡോണ്ട് എന്ന് പറയാൻ നമ്മൾ അരുതെന്ന് ഉപയോഗിച്ചു. അപ്പോൾ ഡോണ്ട് ഫോർഗെറ്റ്, മറന്നു പോകരുത്. യു സബ്ജക്റ്റ് കൊടുത്തു, ടു ടേക്ക് ബുക്ക്, ബുക്ക് എടുക്കാൻ മറന്നു പോകരുത്. ഇനി നീ ബുക്ക് എടുക്കാൻ മറന്നു പോയോ? എങ്ങനെ ചോദിക്കുക? ഡിഡ് യു ഫോർഗെറ്റ് ടു ടേക്ക് ബുക്ക്? Did you forget to take the book? ഇതാ കൊടുക്കുന്ന എന്താ? ആ ബുക്ക് എടുക്കാൻ നീ മറന്നു പോയോ? Did you forget to take book? നീ ബുക്ക് എടുക്കാൻ മറന്നു പോയോ? അപ്പം ഫോർഗെറ്റ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി നിങ്ങൾ ഒരിക്കലും മറന്നു പോവുക എന്ന് പറയുന്ന വേർബ് നിങ്ങൾക്ക് ഒരിക്കലും തെറ്റരുത്. കുറേ പേർക്ക് സംശയമുള്ള ഒരു കാര്യമായിരുന്നു ഇത്. നിങ്ങൾക്ക് ക്ലിയർ ആക്കി തന്നിട്ടുണ്ട്. നിങ്ങൾ ഇനി ഒരിക്കലും ഇത് തെറ്റിക്കരുത്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സും ഇവിടെ പൂർണ്ണമാവുകയാണ്. എന്താണ്? ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് പ്രയോജനപ്പെടും, നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റും എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മാന്യമായി തന്നെ കമന്റ് ബോക്സിൽ കൊടുക്കാനും മറക്കണ്ട. താങ്ക്